10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നിങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്ന ആ ഒരു ചോദ്യം നമുക്ക് ഈസി ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ? സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABDC എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ്. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ഒരു സർക്കിളിന്റെ ഉള്ളിൽ അതിന്റെ 4 അഗ്രങ്ങൾ വരുന്നതും അതുപോലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 കിട്ടുന്നതുമായിട്ടുള്ള ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം PQവും RSഉം ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. ഇവിടെ നമുക്കിപ്പോൾ 3 സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ACDB എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്നാണ്. അതായത് എയും ഡിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം, അതുപോലെ സിയും ബിയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. ഇത് പ്രൂവ് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് ഈ എ എന്ന് പറയുന്ന ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. അതായത് ക്വാഡ്രിലാറ്ററൽ APQB എന്താണ്? സൈക്ലിക് ആണല്ലോ. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിൾ എക്സ് ആയിട്ടുണ്ടെങ്കിൽ PQB എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 180 - x ആയിരിക്കും. ഈ ആംഗിളിന്റെ ലീനിയർ പെയർ ആണല്ലോ PQS എന്ന് പറയുന്നത്. അതായത് ഇവരെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണമെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഈ ചിത്രത്തിലെ രണ്ടാമത്തെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് PRSQ. നമ്മൾക്ക് ഇപ്പം PQS എക്സ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ PRS എന്തായിരിക്കും? 180 - x ആയിരിക്കും. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം? 180 കിട്ടണം. ഇനി നമുക്ക് ഈ CRS നമുക്ക് എഴുതാലോ എക്സ് എന്ന്. കാരണം എന്താണ്? ലീനിയർ പെയർ ആണ്. RCDS എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഡി എന്ന് പറയുന്ന ആംഗിളിനെ 180 - x എന്ന് എഴുതാലോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതേപോലെ ആംഗിൾ ബിനെ ഞാൻ y എന്ന് കൊടുക്കാൻ പോവാണ്. ഈ ആംഗിൾ ബി y ആയിട്ടുണ്ടെങ്കിൽ APQ എന്തായിരിക്കും? 180 - y ആയിരിക്കും. കാരണം എന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ. ഇപ്പം നമ്മൾ എഴുതിയ ആംഗിളിന്റെ അതായത് APQന്റെ ലീനിയർ ആംഗിൾ ആണ് എന്ത്? RPQ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിള് നമുക്ക് y എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കൂ, നമ്മൾ എഴുതിയ സൈക്ലിക് ക്വാഡ്രിലാറ്ററലില് PRSQയില് നമുക്ക് P എന്ന് പറയുന്ന ആംഗിൾ y എന്ന് കിട്ടി. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അപ്പൊ എത്രയായിരിക്കും? 180 - y ആയിരിക്കും. നമ്മളിപ്പോൾ എഴുതിയ ആംഗിളിന്റെ ലീനിയർ പെയർ ആണ് RSD എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? y ആയിരിക്കും. ഈ RSD എന്ന് പറയുന്നത് y ആയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 180 - y ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ആംഗിളുകളും കിട്ടിയിട്ടുണ്ട്. ആ ചിത്രം ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആ വലിയ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിളുകളും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടുന്നുണ്ടോ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ആംഗിൾ എയും അതേപോലെ ആംഗിൾ ഡിയും പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? x പ്ലസ് 180 - x. ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ആംഗിളിന്റെ സമ്മ് 180 എന്ന് കിട്ടും. അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ സിയും ഒന്ന് കൂട്ടി നോക്കാം നമുക്ക്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു y പ്ലസ് 180 - y. വൈയും ക്യാൻസലായി എന്ത് കിട്ടും? നമുക്ക് 180 കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലായി? ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടി? 180 കിട്ടി. സോ നമുക്ക് ഇന്ന് എന്ത് മനസ്സിലായി? നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന്.